LDF തരംഗം ആഞ്ഞടിച്ച 2021 തലസ്ഥാന നഗരി ആകെ ചുവന്നപ്പോൾ ഒരേ ഒരു നിയോജക മണ്ഡലമാണ് അന്ന് UDFിനൊപ്പം നിന്നത്. അത് കോവളമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി M. വിൻസെന്റ് അന്ന് രണ്ടാം തവണ കോവളത്ത് ജയിച്ചു കയറി. അതും മുൻ വർഷത്തെ അപേക്ഷിച്ച് തന്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങൾ എന്ന കണക്കിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഒരേ ഒരു മണ്ഡലം എന്ന കണക്കിലേക്ക് UDF എത്തുമ്പോൾ ഇങ്ങനെ ഒരു ജയം വിൻസെന്റിന് ലഭിച്ചത് അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. 2016 LDFിന്റെ സിറ്റിംഗ് MLA ആയ ജനതാദൾ സെക്യുലറിലെ ജമീല പ്രകാശത്തെ തോൽപ്പിച്ചാണ് വിൻസെന്റ് കോവളത്തെ പ്രതിനിധീകരിച്ച് 14ാം നിയമസഭയിലെത്തുന്നത്. ആദ്യ ഊഴത്തിൽ 2615 ആയിരുന്നു ഭൂരിപക്ഷം. 2021 ഭൂരിപക്ഷം കുത്തനെ 11562 ഉയർന്നു. അദ്ദേഹം കോവളത്തെ പ്രദേശവാസികൾക്കിടയിൽ കൂടുതൽ ജനപ്രീതി ആർജിച്ചതും ചെയ്തു വന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന് കാരണം. ജമീല പ്രകാശത്തിന്റെ ഭർത്താവും JDS നേതാവുമായ നീലലോഹിതദാസൻ നാടാറായിരുന്നു 2021 വിൻസെന്റിന്റെ എതിരാളി. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 4 തവണകളിലായി ശശി തരൂർ വിജയിച്ചു കയറുന്നതിൽ പോലും M. വിൻസെന്റിന്റെ പങ്ക് ചെറുതല്ല. ശശി തരൂർ അത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തീരദേശ പ്രദേശത്തെ ജനങ്ങൾക്ക് കോൺഗ്രസിനോടുള്ള വിശ്വാസം വർദ്ധിക്കാൻ വിൻസെന്റിനെ പോലെയുള്ള പല ഘടകങ്ങളുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തിങ്ങിപ്പാർക്കുന്ന കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നും അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ് വിൻസെന്റ്. അവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന്റെ ഇടപെടൽ ശ്രദ്ധേയമാണ്. പ്രദേശവാസികളുടെ പല പ്രശ്നങ്ങളിലും മാതൃകാപരമായ ഇടപെടൽ നടത്തി പരിഹാരം കാണാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേർന്ന ബാലരാമപുരം സ്വദേശിയായ വിൻസെന്റ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് യൂണിറ്റ് പ്രസിഡന്റ്, KSUവിന്റെ നെയ്യാറ്റിങ്കര ജില്ലാ ജനറൽ സെക്രട്ടറി, തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി, KPCC അംഗം, നേമം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA എന്ന നിലയ്ക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വിൻസെന്റ് എത്തുന്നത് പുതുപ്പള്ളിയിൽ നിന്നാണ്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥിച്ച ശേഷമാണ് അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിനെത്തിയത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ഉമ്മൻചാണ്ടിയുടെ പങ്ക് കണക്കിലെടുത്ത് തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന് വിൻസെന്റ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കി ജനകീയനായ ഒരു നേതാവാകാനാകും വിൻസെന്റിന്റെയും ശ്രമം. കോവളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് തങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന വ്യക്തിയാണ് M. വിൻസെന്റ്. അവിടുത്തെ പൊതുജന പ്രശ്നങ്ങൾ, തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവയിലെല്ലാം ജനസമ്മതിയുള്ള കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവായി അദ്ദേഹം എപ്പോഴും ഉണ്ടാകാറുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോവളത്തിന്റെ സ്വരമാകാൻ അടുത്ത ഊഴത്തിൽ ആരെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരം ചിന്തിക്കാൻ പോലുമാകില്ല. വിൻസെന്റ് എന്ന ജനനേതാവിനെ ആളുകൾ അത്ര കണ്ട് നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കേൾക്കാനും അതിനുള്ള പരിഹാരം കാണാനും വിൻസെന്റോളം കാര്യപ്രാപ്തിയുള്ള നേതാവ് മറ്റൊന്നുണ്ടാകില്ല എന്നവർക്ക് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.